യെസ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും പ്രിവിലേജ് ആയിട്ട് ഒരു ഹാളിൽ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എന്തായിരുന്നു? അശ്വമേധം എന്താണെന്നറിയില്ലേ? അശ്വമേധം എന്താണ് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അശ്വമേധം എന്ന് പറയുന്നത് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. സോ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് സാധാരണ രീതിയിലല്ല. അവർക്ക് എല്ലാവരും ഡാൻസിന്റെ അകമ്പടിയോട് കൂടെയാണ് നമ്മുടെ സ്റ്റേജിലോട്ട് കയറി വരാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ഓൾ ബെസ്റ്റ് പെർഫോമേഴ്സ് ഓൺ ദ സ്റ്റേജ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവരെ കൈയടിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ടീമിലെ ഏറ്റവും അധികം അവരുടെ സ്വന്തം പേഴ്സണൽ ഫീൽ ചെയ്യുന്നത് അടുത്ത നമ്മുടെ പ്രോഗ്രാമിൽ ഓക്കെ റെഡി ആയിട്ട് വരുന്ന വൈകിട്ട് അടുത്ത പ്രോഗ്രാമിൽ ഞങ്ങൾ ഈ സീറ്റിലുണ്ടാവും. അടിപൊളി ഓഡിയൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ലോയൽറ്റി പ്ലസിനെ കുറിച്ചിട്ടാണ്. ലോയൽറ്റി പ്ലസ് നേരത്തെ ലോയൽറ്റി കുറിച്ച് സംസാരിച്ചില്ലേ? 6 മാസം പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര മാസത്തെ പ്രോഡക്റ്റ് ഇതിലേക്ക് കിട്ടുന്ന പറഞ്ഞ് 6 മാസത്തെ പ്രോഡക്ട്സ് നമ്മൾ ബോഡികെ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മാസത്തെ പ്രോഡക്റ്റ് ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞേ? 1 മാസത്തെ. ഓക്കെ, ഇനി 1 വർഷം ബോഡികയിൽ നിന്ന് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത് 2 മാസത്തെ പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട് വാങ്ങിച്ച കുട്ടികളെ നമ്മൾ സ്റ്റേജിൽ കാണുമ്പോഴാണ്. ആൾറെഡി യെസ്. അപ്പോൾ ലോയൽറ്റി പ്ലസ് അച്ചീവേഴ്സിനെ പേര് വിളിക്കാനായിട്ട് നമ്മുടെ ആയിക്കോട്ടെ. താങ്ക് യു. സരിത, വിധി സന്തോഷ്, മനോ, ശൈലി, ബാബു
BV അച്ചീവേഴ്സ് ആണ് നമ്മുടെ സ്റ്റേജിലുള്ളത്. ഇനി ഒരുപാട് 100 BVക്കാർ വരാനുണ്ട്. സോ ഇത്രയും 100 BV ചെയ്ത എല്ലാ ലീഡേഴ്സും നല്ലൊരു ഗൈഡ് നമ്മൾ കൊടുക്കണം. അടുത്ത ബാച്ച് നമ്മൾ വിളിക്കാൻ പോകണം. അടുത്തത് റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രീകല മാഡത്തിനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. വാസുദേവൻ, ആനന്ദവള്ളി, ലീല സുന്ദരൻ, രഞ്ജിനി പൊന്നാനി, വന്ദന, അർഹാൻ, സ്നേഹ ഭാരത്, ബാബുരാജ് KV, വിനോദ് കുമാർ KG, ധനേഷ് CP, രജിത VR, രജനി, ബീന പ്രേമരാജൻ, സുകുമാരൻ P, രാജീവ് ചെറുതുരുത്തി, മധു C. Recognize നിഷാം സാറാണ്. പ്ലീസ് ധരണി മാമിനെ താങ്ക് യു. ഫാത്തിമ സലീമിനെ വിളിക്കുന്നു സ്റ്റേജിലോട്ട്. തസ്നി, മേരി. ഓക്കെ, താങ്ക് യു നസീർ സർ. അടുത്തതായിട്ട് ഫാത്തിമ സലീമിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. തസ്നി, മേരി, ജാബിർ, ഷെജിന, ഷക്കീർ, അഖിൽ, അന്നമ്മ, നിതിൻ AR, വിജയ രാഘവൻ, മേജോ AJ, ജിൻസി സിജു, ശ്രീഷ്മ BD, ഗോപിക, ശ്രീഷ്മ CR, അഞ്ജന. അടുത്തതായിട്ട് 100 BVക്കാരെ റെക്കഗ്നൈസ് ചെയ്യാൻ സുരേഷ് കുമാർ AKA വേദിയിലോട്ട് ക്ഷണിക്കുന്നു. സുരേഷ് കുമാർ സർ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. അർച്ചന കിരൺ, വിജയ ആനന്ദൻ, ജയേഷ് AK, ജ്യോതി K, രാധാമണി അമ്മ, സുൽഫിയ, ജിഷ സാബു, സൗമ്യ S, ഉഷ EB, സുനിത S, രമീജ, ചിത്ര രാധാകൃഷ്ണൻ, സുനിത കലാധരൻ, ശാന്തകുമാരി, വിനോദ് കുമാർ, തരുണി, അമിത് കണ്ണൻ, ശ്രീജ PM, ശ്രീജ K, സൗമ്യ PM. വിളിച്ച ആളുകൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിലോട്ട് വരാം. ഒരുപാട് 100 BVക്കാരെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനുണ്ട്. പ്ലീസ് എല്ലാവരും പെട്ടെന്ന് സ്റ്റേജിലോട്ട് വരാം. നല്ല കഴിഞ്ഞ നമ്മുടെ 100 BV അച്ചീവേഴ്സ് കൊടുക്കുക. 100 BV അച്ചീവേഴ്സ് ആണ്. സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ. റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് മിസ്റ്റർ ബാബുരാജ് KVയെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. മിസ്റ്റർ ബാബുരാജ് KV, ബാബുരാജ് സർ. ബിന്നി റാഫേൽ, ബിന്ദു ജോഷി, ആശ PS, ഡിബി ഷാബു, ആൽബിൻ ജോഷി, അമ്പിളി EU, ഷൈനി ബാബു, അടുത്തത് റെക്കഗ്നൈസ് ചെയ്യാൻ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ സാറിനെ വിളിക്കുന്നു. ഉണ്ണികൃഷ്ണൻ സാർ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. സുമതി PK, സനിത ഹലോ. അടുത്തത് റെക്കഗ്നൈസ് ചെയ്യാൻ നാരായണ ശർമ്മ. റെക്കഗ്നൈസ് ചെയ്യുന്നത് നാരായണ ശർമ്മ സാറാണ്. കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. ഹാർട്ട് അച്ചീവർ ആണ്. പ്രായം എന്ന മോദിക്ക് ബിസിനസ്സിന് ഒരു തടസ്സമില്ലാതെ തെളിയിച്ചുകൊണ്ട് നമ്മുടെ ശർമ്മ സാർ റെക്കഗ്നേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു ശർമ്മ സാർ, താങ്ക് യു സോ മച്ച്. 100 BV അച്ചീവേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാണ് സാർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. നമ്മുടെ
പറയാം. എൻ്റെ പേര് തസ്മി, എറണാകുളത്തു നിന്നും വരുന്നു. നസ്രീൻ അസർ ഫ്രം കാഞ്ഞിരമറ്റ, എറണാകുളം. എൻ്റെ പേര് നിജി, ഞാൻ കണ്ടശാങ്കുളയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് റഷീദ, ഞാൻ മേലാർക്കുന്ന് നെന്മാറയിൽ. എൻ്റെ പേര് അഖിൽ, ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സുഘോഷ്, ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ഗീതാദേവി, സ്ഥലം കടമ്പഴിപ്പുറം. എൻ്റെ പേര് പ്രബീഷ്, പാവർട്ടിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് വിശാലാക്ഷി, എടപ്പുറം പാലത്തൂര്. താങ്ക് യു അടിപൊളി. എൻ്റെ പേര് റീതു, പാമ്പൂരിൽ നിന്ന് വരുന്നു. നല്ലൊരു കൈയ്യടി നമ്മുടെ എല്ലാ ഡയറക്ടേഴ്സിനും കൊടുക്കാം. സോ അവർ സ്പെഷ്യൽ ആയതുകൊണ്ട് അവരെ നമ്മൾ കാണുന്നതിന് മുന്നേ നമുക്കൊരു എനർജിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിച്ചാലോ എന്നൊരു പ്ലാൻ. എന്താ, നിങ്ങൾ കൂടെ നിൽക്കുമോ? ഞങ്ങൾ കളിക്കാൻ നോക്കിക്കണ്ട. മാർച്ച് 3 മാസങ്ങളിൽ സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്ത എല്ലാ ഡയറക്ടേഴ്സിനും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഷൈനി ബാബു, സുനിത കലാധരൻ, മിഥിൻ AR, സുനീഷ് ഒറ്റപ്പാലം, നാസർ എറണാകുളം, ഷാലി അയ്യൂബ്, ശൈലജ, ബുഷറ. ഇവരെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മധു സർ ഫ്രം ദേശമംഗലം. പ്ലീസ് വെൽക്കം സർ. എല്ലാവരും നമ്മുടെ ബ്രാൻഡ് ന്യൂ സീനിയർ ഡയറക്ടേഴ്സ് ആണ്. മാർച്ച് മാസങ്ങളിൽ കമ്പനിയുടെ സീനിയർ ഡയറക്ടർ അച്ചീവ് ചെയ്ത നമ്മുടെ ബ്രാൻഡ് ന്യൂ സീനിയർ ഡയറക്ടേഴ്സ് ആണ് നമ്മൾ സ്റ്റേജിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെക്കഗ്നൈസ് ചെയ്യുന്നത് മധു ദേശമംഗലാണ്. ഇദ്ദേഹം കമ്പനിയുടെ പ്ലാറ്റിനം ഡയറക്ടറാണ്, അച്ചീവറാണ്. സീനിയർ ഡയറക്ടേഴ്സിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കണ്ടേ? ജസ്റ്റ് ഒരു 2 മിനിറ്റിന്റെ സീനിയർ ഡയറക്ടർ ക്വാളിഫൈസ് ആണ്. പേര് ഷൈനി, മണ്ണുത്തിൽ നിന്ന് വരുന്നു. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമാണ് നമ്മുടെ മോദി കെയർ എന്നുള്ള ബിസിനസ്. ആരും ഇതിനെ ഉപേക്ഷിച്ച് കളയരുത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കല്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് നല്ലൊരു പാസീവ് ഇൻകം കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല സ്നേഹത്തോടെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് നൽകുക. താങ്ക് യു ഷൈനി മാം, താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ഷാലി അയ്യൂബ്, ആലുവയിൽ നിന്നാണ് വരുന്നത്.
ഞാനിപ്പോൾ കഴിഞ്ഞ മാസം സീനിയർ ഡയറക്ടറായി. അത് എൻ്റെ മെച്ചം കൊണ്ട് കൂടിയല്ല, എൻ്റെ ടൗൺ ലൈൻസിൻ്റെയും എൻ്റെ അപ്പ് ലൈൻസിൻ്റെയും കൊണ്ട് കൂടിയിട്ടാണ്. ഷാനിനെ ഡയറക്ടറാക്കി, അതുപോലെ തന്നെ 2-3 പേരെ കൂടെ ഡയറക്ടറാക്കിയിട്ടുണ്ട്. 2 വർഷമായി. ഓക്കെ, ഞാൻ പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ നിന്ന് വരുന്നു. ഒരു സാധാരണ ലോട്ടറി കച്ചവടക്കാരനാണ്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയാൻ കിട്ടുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റേജിൽ വന്നിരിക്കുന്നത്. എൻ്റെ പേര് കലാധരൻ. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഒന്നും പറയാറില്ലെങ്കിലും ലോട്ടറി വെച്ച് നടന്നാലും എന്താവാൻ പറ്റുമെന്ന് മനസ്സിലായോ? എന്താവാൻ പറ്റും? ആ സിനിമയായിട്ട് ടൂർ ഫണ്ട് അച്ചീവറാക്കാൻ പറ്റും. നാസർ, എറണാകുളം. ഞാൻ ഫാബ്രിക്കേറ്ററാണ്. 6 മാസമായി മോഡിക്കർ കുടുംബത്തിലേക്ക് വന്നിട്ട്. എൻ്റെ അപ്ലൈനായ ഫിനിമാടും ഷാനും കൂടെ എനിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നിന്നുകൊണ്ട് നല്ലൊരു വിജയം കൈവരിക്കാൻ പറ്റി. ഹോം ഷോപ്പ് തുടങ്ങി 1 മാസമായി. താങ്ക് യു. ഗുഡ് മോർണിംഗ് കേരള. എൻ്റെ പേര് നിതിൻ, വീട് ചേറ്റുവയിലാണ്. ഞാൻ മോഡി കേരള അസോസിയേറ്റ് ചെയ്തിട്ട് ഏകദേശം 2 വർഷമാകുന്നു. ഇപ്പോൾ സീനിയർ ഡയറക്ടർ എന്ന പോസ്റ്റിൽ നിൽക്കുന്നു. താങ്ക് യു എല്ലാവർക്കും. മോദി കെയർ എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം വേറെ ആൾക്കും നമുക്ക് വേറെ ഒരിക്കലും കിട്ടില്ല. ഇത്രയും നല്ലൊരു ബിസിനസ്. കാരണം നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചതാണ്. ഏകദേശം ഇപ്പോൾ 28 വർഷത്തിൻ്റെ നമ്മൾ ആനിവേഴ്സറി ആഘോഷിച്ച ഒരു സമയമായിരുന്നു ഇപ്പോൾ അടുത്ത്. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ടും അതേപോലെ ഇത്രയും നല്ലൊരു ബിസിനസ് നമുക്ക് വേറെ ഒരു സ്ഥലത്തും കിട്ടാനുണ്ടാവില്ല. അപ്പം എല്ലാവരും നല്ല രീതിയിൽ മോദി കെയറിൽ വർക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഞാൻ സുനീഷ്, ഒറ്റപ്പാലത്തിൽ നിന്നാണ്. ഞാൻ മോദി കെയറിൽ വന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഞാൻ ഈ പ്രോഡക്റ്റ് ക്വാളിറ്റി കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഇതിൻ്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നോക്കിയപ്പോൾ ഇതിനും വളരെ ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം വേറെ ഉണ്ടാവില്ല മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് വളരെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടാൻ കഴിഞ്ഞു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ലീഡേഴ്സിനും എൻ്റെ ടീം അംഗങ്ങൾക്കും ഈ അവസരത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാ സീനിയർ ഡയറക്ടേഴ്സും ജസ്റ്റ് ഒന്ന് ഫോട്ടോ സെഷന് വേണ്ടിയിട്ടൊന്ന് പോസ്റ്റ് ചെയ്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഇൻകം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും LPB തന്നെയാണ്. മോദി കെയർ കമ്പനി നൽകുന്ന ഏറ്റവും വലിയ ഇൻകം ഏതാണെന്ന് ചോദിച്ചാലും അതും LPB തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടീമിനെ നമുക്ക് ശക്തമാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഒരു ടീമില് 2 ലക്ഷം രൂപയുടെ ബിസിനസ് കൊണ്ടുവന്ന് നിങ്ങൾ സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാ? 5000 ആണോ? 10000, 15000, 20000, 25000 രൂപയാണ് കിട്ടിയ വരുമാനം. നമുക്കറിയാൻ ആഗ്രഹം ഉണ്ടാവും. 2 ലേഡീസാണ് കേട്ടോ. അത് സന്തോഷമാണ് അല്ലേ? വീട്ടമ്മമാർക്ക് വരുമാനം കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. എന്തായാലും നമുക്ക് അവരുടെ ടെസ്റ്റിമണി കേൾക്കാം. ജമീല മാം. നമസ്കാരം. ഞാൻ ആദ്യമായി തന്നെ എൻ്റെ കയ്യിലേക്ക് ഈ അവസരം കൊണ്ടുതന്ന എൻ്റെ ബിൻഷാദിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ 1 വർഷം മുമ്പ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവനെ ഓടിച്ചു വിട്ടതായിരുന്നു. കാരണം മോദി കെയർ എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി സാറിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചു പോകും. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഡെമോ കാണിച്ച് അതിൻ്റെ അവസരങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ ഞാനത് കട്ടയ്ക്ക് ചേർത്ത് പിടിച്ചു. അതുപോലെ എൻ്റെ ബിന്ദു മാഡം ഞങ്ങളുടെ വീട്ടിലത്തെ സ്വീകരണ മുറിയിലെ ഒരു ഒഴിച്ചുകൂടാനാകാത്ത താരമാണ്. അതുപോലെ ഈ പരിപാടി അറേഞ്ച് ചെയ്ത എല്ലാ ലീഡേഴ്സിനും അഹോരാത്രം പരിശ്രമിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എൻ്റെ ഡൗൺലൈൻസായ പ്രദീപ് സാർ, നസീർ സാർ, വിജിത മാഡം ആൻഡ് ഓൾ ഡൗൺലൈൻസ്, അവരോടൊക്കെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ആശംസിക്കുന്നു. എല്ലാവരും LPB അച്ചീവേഴ്സ് ആകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആകെ 10 മാസമായിട്ടുള്ളൂ. ഞാൻ ആരെ കണ്ടാലും ഈ അവസരം പറയും. വീട്ടിലൊരു മീൻ വിൽക്കാൻ ഒരാൾ വന്നാൽ ഞാൻ അവരോട് ആൾ മീൻ മുറിക്കുമ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും. ഞാൻ 1 കിലോ മീനൊക്കെ 350 രൂപയാണെങ്കിൽ ഞാൻ 2 സോപ്പ് വാങ്ങി കൊടുത്തിട്ട് ഞാൻ 400 രൂപയ്ക്ക് 50 രൂപ തിരിച്ചു പോകും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് റിട്ടയർ പോലീസ് ഓഫീസറാണ്. ആൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട്, പക്ഷേ എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ടാണ്, എല്ലാ ഇതിനും വരും. പക്ഷേ ഇപ്പോൾ ഒരു
പ്രയാസം കൊണ്ട് വന്നില്ല. ആൾക്ക് മുടി വെട്ടാൻ ഒരാൾ വരും. ആ ആൾക്ക് ഞാൻ 200 രൂപയാണ് കൊടുക്കേണ്ടത്. 2 സോപ്പ് കൊടുത്തിട്ട് 400 രൂപയ്ക്ക് പകരം 200. അപ്പം ഞാൻ ആരെ കണ്ടാലും ഈ അവസരം ഷെയർ ചെയ്യും. വലിപ്പ ചെറുപ്പമില്ല, ആരെങ്കിലും വാങ്ങിക്കുക, എനിക്ക് മടിയുമില്ല. ഞാൻ എല്ലാവരും കൊണ്ട് പറയും. എനിക്ക് 10 മാസം കൊണ്ടാണ് 27,571 രൂപയാണ്. ഗുഡ് മോർണിംഗ്. പേര് അറിയാം, ഷംലാഷി, സ്വദേശം തൃപ്രയാറിനടുത്തുള്ള എടമുട്ടാണ്. First of all, I thanks to my upline Rafiq Rahman Kunnakulam and my beloved team, entire team. കാരണം അപ്ലൈൻ്റെ സപ്പോർട്ടും ഡൗൺലൈൻ്റെ സപ്പോർട്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. ഷോപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷമാണ് ടീം വളർന്നു. പിന്നെ എനിക്ക് ടീം വളർന്നോടി പ്രോഡക്റ്റ് കിട്ടാതായി. ഞാൻ നേരെ സജിത മാമിന്റെ DP പോകും. 22 കിലോമീറ്റർ അപ്പുറത്തുള്ള സജിത മാമിന്റെ DP. ഒന്ന് ആലോചിക്കണം, കോവിഡിന്റെ ലോക്കിംഗ്, എവിടെ പോയാലും ലോക്ക്ഡൗൺ, വെള്ളപ്പൊക്കം ലോക്ക്ഡൗൺ. ഇതിനിടയിലെ പെരുമഴയത്ത് 2 വീലറിൽ 50 കിലോ ലഗേജ് വെക്കാവുന്ന ട്രോളി ബാഗ് ബാക്കിൽ തൂക്കിയിട്ടാണ് സജിത മാമിന്റെ കടയിൽ പോയിട്ട് വെള്ളം ഒലിച്ചിറങ്ങി ഉള്ളിലേക്ക് പോകാൻ പറ്റാത്ത വിധം നിൽക്കുമ്പോൾ സജിത മാമിന്റെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു, മാം ഉള്ളിലേക്ക് വരണ്ട, ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് മാമിന് തരാൻ പറഞ്ഞു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം സാഹചര്യങ്ങൾ. വീട്ടിൽ കാറില്ലാതല്ല, ആളുകളില്ലാതല്ല, മെന്റൽ സപ്പോർട്ടാണ്, ഫിസിക്കൽ സപ്പോർട്ട് ഇല്ല. ഞാൻ തളർന്നില്ല. വീണ്ടും ഒരു കാര്യം, ഒരു നിശ്ചയം എടുത്തു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു DP തുടങ്ങാം. സോ ഞാൻ January 1 തന്നെ എൻ്റെ മോദിക്കാർ DP എടമുട്ടത്ത് സ്ഥാപിച്ചു. നിങ്ങളൊന്ന് മനസ്സിലാക്കാം, അന്ന് നാട്ടുകാർ വന്നു, ഫ്രണ്ട്സ് വന്നു, ഡൗൺലൈൻസ് വന്നു, ലീഡേഴ്സ് വന്നു, എൻ്റെ ഫാമിലി വന്നില്ല. അടിപൊളിയല്ലേ? എൻ്റെ വീട്ടുകാർ ഒരാളും വന്നില്ല. ഞാൻ കരഞ്ഞ് കണ്ണീരോടുകൂടിയിട്ടാണ്, റഫീഖ് സാർ ഓർക്കുണ്ടാവും, ആ DP ഇനാഗുറേഷന് ഞാൻ കയറി ചെല്ലണം. എൻ്റെ കഥ ആരും അറിയില്ല കേട്ടോ, റഫീഖ് സാറിന് പറഞ്ഞു. എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരാൾക്ക് കാറിൻ്റെ കീ കൊടുക്കുക, ഒരാൾക്ക് വീടിൻ്റെ കീ കൊടുക്കുക. എല്ലാവരും പറയും സ്വന്തമായിട്ട് വീടുണ്ടാക്കണം, സ്വന്തമായിട്ട് കാറുണ്ടാക്കണം. പക്ഷെ എൻ്റെ ലക്ഷ്യം അതല്ല. ഒരു വ്യക്തിക്ക് എനിക്ക് കാറിൻ്റെ കീ മോദിക്കാറിലൂടെ കൊടുക്കണം, ഒരു വ്യക്തിക്ക് വീടിൻ്റെ കീ മോദിക്കാറിലൂടെ കൊടുക്കണം. എനിക്ക് പറ്റുമെങ്കിൽ ഉറച്ച വിശ്വാസമുണ്ട്. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അതായത് 2 വ്യക്തികൾക്ക്, 2 കുടുംബങ്ങൾക്ക് നമ്മൾ വരുമാന മാർഗമാക്കി കൊടുക്കുന്ന വ്യക്തികളാണ് നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് വിളിക്കാം. സോ ഇതുവരെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. എല്ലാ ഓക്കെ ലീഡേഴ്സ്, അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ കണ്ടില്ലേ. ഇനി കഴിഞ്ഞ 3 മാസങ്ങളിൽ ബ്രാൻഡ് ന്യൂ ആയവർക്ക് നമ്മൾ സ്പെഷ്യൽ റെക്കഗ്നിഷൻ കൊടുക്കേണ്ടതല്ലേ, ന്യായമല്ലേ അത്? യെസ്. അപ്പോൾ കഴിഞ്ഞ 3 മാസങ്ങളിൽ ബ്രാൻഡ് ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ആളുകളെ വിളിക്കുന്നു. വിജിത മാം, കുഞ്ഞുലക്ഷ്മി ടീച്ചർ, പ്ലീസ് വെൽക്കം. ഇവരെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂത്ത് ഐക്കൺ ബിൻഷാദ് റഹ്മാനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം. യുവാക്കൾക്കൊക്കെ അരമായി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെ യൂത്ത് ഐക്കൺസ് എന്ന് പറയുന്ന നമ്മുടെ ബിൻഷാദ് റഹ്മാൻ സാറാണ്. കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, കാർ ഫണ്ട് അച്ചീവർ ആണ് അദ്ദേഹം. വളരെ സ്നേഹത്തോടെ പ്ലീസ് വെൽക്കം ബിൻഷാദ് സാർ, വിജിത മാഡം ആൻഡ് കുഞ്ഞുലക്ഷ്മി മാഡം. കുഞ്ഞുലക്ഷ്മി ടീച്ചർ ഇല്ല, കുഞ്ഞുലക്ഷ്മി മാം വന്നിട്ടില്ല. ഓക്കെ, വിജിത മാഡം. വിജിത മാഡത്തിന് റെക്കഗ്നിഷൻ കൊടുക്കുക. നല്ല കൈഡി കൊടുക്കാം. 2 കുടുംബങ്ങൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്ത ആൾക്കാരാണ് ഇവർ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് ഒരു വ്യക്തിനെ നമ്മുടെ കൂടെ വന്ന ഒരു ചങ്കിനെ കൈപ്പിടിച്ചുയർത്തി സീനിയർ ഡയറക്ടർ റാങ്കിലേക്ക് എത്തിച്ചെങ്കിൽ 2 പേരെ കൈപ്പിടിച്ചുയർത്തി എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള 2 പേർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുക. വിജിത മാഡത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ബിൻഷാദ് റഹ്മാൻ സർ, താങ്ക് യു വിജിത മാം, താങ്ക് യു ബിൻഷാദ് മാം. ചെയ്ത ആളുകളാണ് ഞങ്ങളൊക്കെ. കണ്ടോ, കഴിഞ്ഞ വർഷം തായ്ലാൻഡ് ട്രിപ്പ് വിൻ ചെയ്ത നമ്മുടെ എല്ലാ തായ്ലാൻഡ് ട്രിപ്പ് വിൻ അച്ചീവേഴ്സ്, അതോടൊപ്പം അതിന് മുന്നേ എല്ലാ ട്രിപ്പ് വിൻ ചെയ്ത നമ്മുടെ എല്ലാ ലീഡേഴ്സിനെയും സ്റ്റേജിലേക്ക് ഞാൻ പ്ലീസ് വെൽക്കം. ട്രിപ്പ് അച്ചീവേഴ്സ് എല്ലാവരും സ്റ്റേജിലോട്ട് കയറി വരും പ്ലീസ്. നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും കൊടുക്കാണ്ട് ഫ്രീ ട്രിപ്പ് പോയ ആൾക്കാരാണ്. ജൽവ
അച്ചീവേഴ്സിനും കയറി വരാം. ഡൊമസ്റ്റിക് ഗോവ, കൊടൈക്കനാൽ കുറെ ട്രിപ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നുകൊണ്ടാണ് കമ്പനി നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് ആണെങ്കിൽ ഡൊമസ്റ്റിക് ട്രിപ്പ് നൽകി. ഇത്രയധികം ടൂർ ഓർഗനൈസേഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പേ? അവനവന്റെ കയ്യിൽ 1 രൂപ പോലും കൊടുക്കാതെ കമ്പനിയുടെ ടൂർ അച്ചീവേഴ്സ് ആയിട്ടുള്ള ഓൾ ട്രിപ്പിന് ഞാനുണ്ട് അതിലൊക്കെ. അയ്യോ ഞാനുണ്ട്. ഇങ്ങനെ കൈയടിച്ച പോലെ ഇങ്ങനെ നോക്കിയാ പോലെ എത്ര ആളുകളെ നോക്കും കമ്പനിയുടെ ടൂർ പഠിച്ചുകൊണ്ട് ടൂർ പോയിട്ടുള്ള ആളുകള്. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു വെരി മച്ച്. രണ്ട് സ്റ്റെപ്പ് അടുത്ത ടൂറിന് പോകണം. എക്സിസ്റ്റിംഗ് പഴയ ആളുകളെയാണ് ഞാൻ വിളിക്കുന്നത്. ഓൾഡ് എല്ലാ എക്സിസ്റ്റിംഗ് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും പ്ലീസ് കം ഔട്ട് ടു ദി സ്റ്റേജ്. പ്ലീസ്. 3 ഡയറക്ടേഴ്സിനെ നമ്മുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി നമുക്കൊരു കാറ്, നിങ്ങളിനി വെയിലും മഴയൊന്നും കൊണ്ടിട്ട് ഓട്ടോയിലോ ഇനി ബൈക്കിലൊന്നും പോകരുത്, അത്യാവശ്യം മിനിമം ഒരു ചെറിയ കാറിലെങ്കിലും പോകണം എന്ന് പറഞ്ഞിട്ട് കമ്പനി തന്നെ നമുക്ക് നല്ലൊരു സ്റ്റാറ്റസ് നൽകുന്ന സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. കാർ ഫണ്ട്, അതായത് നമുക്ക് സ്വന്തമായിട്ട് കാർ വാങ്ങിക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള റാങ്കാണ്. അപ്പൊ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, നമ്മുടെ എല്ലാ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ ഇപ്പൊ സ്റ്റേജിൽ കാണുന്നത്. A big round of applause to all our senior executive directors. Thank you. എല്ലാ കാർ അച്ചീവേഴ്സിനെയും നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. Please welcome all our car achievers on stage. രാഗി മാം, ശ്രീകല മാം, ഷഹന മാം, റഫീഖ് സർ, സന്തോഷ് ദേശമംഗലം, രാജു ശിവാനന്ദൻ സർ, ജിസൻ സർ, നിഷാം സർ, സുകുമാരൻ സർ, രാജീവ് ചെറുകുളത്തി, മധു, ബിന്ദു ശ്രീകുമാർ, ജോഫി നിഷാജി സർ. Thank you. വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കമ്പനി കാർ ഫണ്ട് കൊടുക്കും. അപ്പൊ കാർ ഫണ്ട് അച്ചീവ് ചെയ്ത ആളുകൾ കമ്പനി കാണാൻ പോണത് ഇറ്റ്സ് നൺ അതർ ദാൻ ഇന്ദു ശശികുമാർ. പ്ലീസ് വെൽക്കം. ദിൽഷാദ് റഹ്മാൻ. രാജേഷ് മോഹൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് വെൽക്കം സർ. ബ്രാൻഡ് ന്യൂ കാർ അച്ചീവേഴ്സിനെ അല്ലെ, കാർ എടുക്കാൻ പോകുന്ന ആളുകൾ, കാർ ഫണ്ട് വന്ന് തുടങ്ങിയ ആളുകളുടെ ടെസ്റ്റിമണി കേൾക്കാൻ വേണ്ടിയിട്ട് പാടും. സോ ആദ്യം തന്നെ ബിൻഷാദിന്, നമ്മുടെ യൂത്ത് ഐക്കൺ ബിൻഷാദിന് മൈക്ക് കൈമാറുന്നു. താങ്ക് യു ജോസിയ. ഗുഡ് മോർണിംഗ്. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? നമ്മൾ എവിടെ ഇരിക്കുന്നത്? മരണ വീട്ടിലാണോ? സന്തോഷമല്ലേ? താങ്ക് യു സോ മച്ച്. മൈസെൽഫ് ബിൻഷാദ് റഹ്മാൻ. ആദ്യം തന്നെ ഈ ഒരു അവസരം തന്നെ എൻ്റെ അപ്ലൈ ലീഡേഴ്സിന് നന്ദി പറയുന്നു. രാഗി മാം, തരുണി മാം, ബിന്ദു മാം, ബാബുരാജ് സർ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾ മൈ അപ്ലയൻസ്. മെയിനായിട്ട് എനിക്ക് ഒരു ഡയറക്ടർ ആക്കിയപ്പോൾ ഞാൻ സീനിയർ ഡയറക്ടർ ആവാൻ തുടങ്ങി. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പാർട്ട് ടൈമായിട്ട് തുടങ്ങിയിട്ടാണ് ഈ ഒരു പൊസിഷനിൽ എത്തിയത്. ഏകദേശം എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിത്ത് ഒരു നല്ലൊരു വരുമാനം വാങ്ങിക്കുന്നവരെ ഞാൻ പാർട്ട് ടൈം തന്നെ ആയിരുന്നു. അവിടെ ഏകദേശം ഒരു 18,000 രൂപ സാലറി കിട്ടാൻ തുടങ്ങി അവേറ്റീസിൽ ഹോസ്പിറ്റലിൽ. പക്ഷെ മോദി കെയറിൽ ഏകദേശം അതിനേക്കാളും 2,000 രൂപ മുകളിൽ കിട്ടാൻ തുടങ്ങി. ഞാൻ ആലോചിച്ചു, ഇവിടെ നമ്മൾ പാർട്ട് ടൈമായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നു, നമ്മൾ എന്തുകൊണ്ട് ഇത് ഫുൾ ടൈമായിട്ട് ഏറ്റെടുത്തുകൂടാ? നമ്മുടെ മുഴുവൻ എഫേർട്ടും നമ്മളവിടെ കൊടുക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമുക്കൊരു 2 മണിക്കൂർ എഫേർട്ട് കൊടുത്തുകൂടാന്ന് വിചാരിച്ച് ഒരു 6-7 മാസം മുമ്പ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ജീവനം അവിടെ റിസൈൻ ചെയ്ത് മോദി കെയർ ഫുൾ ടൈം ആക്കി.
പാസ്സാക്കി ഏകദേശം 1-2 മാസമായപ്പോൾ തന്നെ ഞാൻ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റ് ക്വാളിഫൈഡ് ആയി. എന്താ വെച്ചാൽ നമ്മുടെ പഴയ പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് 1 മാസം ക്വാളിഫൈഡ് ആയാലും മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പ്ലാനിൽ 3 മാസം ക്വാളിഫൈഡ് ആവണം. അപ്പോൾ ഈ മാസങ്ങളിൽ 3 മാസം ക്വാളിഫൈഡ് ആയി. എന്താ വെച്ചാൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരുപാട് വ്യക്തികൾ ഇപ്പോൾ എൻ്റെ കൂടെ മോദി കെയറിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുന്നത് ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നോക്കുന്നുണ്ടാവും എന്താണ് അല്ലേ ഈ ജോലിയും മോദി കെയർ തമ്മിലല്ലേ. പക്ഷെ നമുക്ക് തികച്ചു മോദി കെയർ. താങ്ക് യു സമീർ ജി, മൈ ഓൾ അപ്ലൈൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മൈ ടീം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഇന്ദു. ഞാൻ കുറ്റൂരാണ് എന്റെ സ്ഥലം. എന്റെ ഏട്ടനാണ് ബാബുലാൽ സാറ്, സന്തോഷ് സാറ്, ചേച്ചിയാണ് ബിന്ദു മേഡം. അവര് എപ്പോഴും പറയും നല്ലതാണ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ല, നോക്കാറില്ല, തിരിഞ്ഞു നോക്കാറില്ല. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നുണ്ടായിരുന്നേ. നല്ല വരുമാനം, കുഴപ്പമില്ല, കടയുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവരുടെ ജനുവരി 3-ാം തീയതി കട അടച്ച് ഞാൻ വീട്ടിലേക്ക് പോകണം. ഞാൻ ഹസ്ബൻഡ് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പോയി രാവിലെ ഒരു പുലർച്ചയ്ക്ക് 4 മണിക്ക് എനിക്ക് ഫോൺ വരികയാണ്, ഞങ്ങളുടെ കടയ്ക്ക് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് തീ പുറത്ത് തീണ്ടുന്നത്. അപ്പോഴും നമ്മുടെ മനസ്സിൽ പുറത്ത് ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ആ പോസ്റ്റുമ്പോൾ എന്തെങ്കിലും ചെറിയ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. പക്ഷേ എങ്കിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് വന്ന് തീ അണച്ചപ്പോഴാണ് മനസ്സിലായത് അതിലൊരു കർച്ചീഫ് പോലും തിരിച്ചെടുക്കാനില്ലാന്ന്. 7 വർഷം ഞാൻ പ്രയത്നിച്ച കടയാണിത്. ഇന്ന് നിങ്ങൾക്ക് അവിടെ ചെന്ന് ചോദിച്ചാൽ ആമ്പൽ സൂപ്പർ സ്റ്റോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ ഒരുപാട് നാവുണ്ടാവും. ഇന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കുന്ന ചേച്ചി വീണ്ടും തുടങ്ങണേന്നുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു സർവീസ് ഞാൻ എൻ്റെ കടയ്ക്ക് കൊടുത്തിരുന്നു. അങ്ങനെ കടയിൽ വെച്ച് ഞാൻ കുറച്ച് ചെയ്ത് നോക്കിയിരുന്നു മോദിക്കാർ. പക്ഷെ അപ്പോൾ ഞാൻ വിജയിക്കുമെന്ന് വിചാരിച്ചില്ല. ഇത് ചെയ്ത് വന്ന് ഈ കടയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ ഉള്ളിലെന്ന് അറിയില്ല. ഞാൻ എന്ത് സങ്കടം വരുമ്പോഴും ആദ്യം വയ്ക്കുക എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, എൻ്റെ എൻ്റെ ചേച്ചിനെ ഞാൻ ആദ്യം വിളിക്കുക. ആദ്യം ബാബുരാജ് സാറിനെ ആയിരുന്നു വിളിച്ചിരുന്നത്. പിന്നെ ബാബുരാജ് സാറിനെ അറിയാലോ, എല്ലാവർക്കും അറിയാം. ഒരു വലിയൊരു പ്രസിഡന്റ് ആയിട്ടാണ്. ശേഷം ബാബുരാജ് സാറിനെ അങ്ങനെ വിളിക്കാറില്ല, സങ്കടങ്ങളായിട്ട് കൊടുക്കണ്ടാന്ന് വിളിച്ചിട്ട്. അപ്പൊ ഞാൻ ചേച്ചിനെ വിളിച്ചു, ഞാൻ എന്താ ചെയ്യും, എനിക്കറിയില്ല പ്രതിസന്ധി എന്റെ മുന്നിൽ. നിനക്ക് എന്ത് പ്രതിസന്ധി, നിന്റെ മുന്നിലുള്ള സാധനം നിസ്സാരാണെന്നാണോ നീ വിചാരിക്കണ വെച്ചു. അപ്പൊ ശരിക്കും എന്റെ കണ്ണ് ഞാൻ ശരിക്കും തുറന്നു പിടിച്ചു. സത്യമാണ്, ഞാൻ മോദിക്കാരൻ നെഞ്ചിനെ പിടിച്ചിട്ടായിരുന്നു. അതൊന്നുകൂടി ആഴത്തിൽ എന്റെ ഹൃദയത്തിൽ കൂട്ടി പിടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെക്കാൾ ശക്തിയുള്ള ബന്ധങ്ങൾ നമുക്ക് ഇതിൽ കിട്ടും. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം കുറെ കാലങ്ങളായിട്ട് എനിക്കില്ലാത്ത സന്തോഷമാണ്. ഇന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്. റഫീഖ് സാർ പറഞ്ഞു ഇന്ദു തകർക്കുമെന്ന്. അപ്പൊ ഞാൻ തകർക്കും സാറേ, നമ്മൾ തകർക്കും. അതുപോലെ തന്നെ കുന്നംകുളത്തിന്റെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ 7% നിന്ന് തുടങ്ങി ഇങ്ങനെ വഴിയെ വന്ന് ഇപ്പൊ പ്ലാറ്റിനത്തിൽ വന്ന് നിൽക്കുകയാണ്. ഇനി അടുത്ത ടൈറ്റിൽ എന്താണെന്നറിയോ? ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂല്യമുള്ള സംഭവമാണല്ലേ, വജ്രം. അപ്പൊ ഡയമണ്ട്സിനെ കാണണ്ടേ നമുക്ക്. 6 വ്യക്തികളെ വിജയിപ്പിച്ചുകൊണ്ട് കമ്പനിയുടെ ഡയമണ്ട്സ് ആയിട്ടുള്ള എല്ലാ ഡയമണ്ട്സിനെയും സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം. All diamonds and above. വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് 6 ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഡയമണ്ട് ഡയറക്ടേഴ്സിനെയാണ് നമ്മളിപ്പോൾ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. Please welcome all diamond directors. Sanjay sir, all diamonds and above directors. Please welcome Nisham sir, Sanjay ma'am, Rajiv Cherduratti, Dibi ma'am, Simon sir, Dibi Shaman sir. ഇതൊക്കെ നമ്മുടെ ഡയമണ്ട്സ് ആണ്. തിളങ്ങുന്ന വജ്രങ്ങളാണ് കേട്ടോ. മോദിക്കറിന്റെ കുന്നംകുളം ടീമിന്റെ തിളങ്ങുന്ന വജ്രങ്ങളാണ്. രാജീവ് സർ പ്ലീസ് വെൽക്കം. ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സാലറി അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഇൻസെന്റീവ്സ് ബോണസ്. പക്ഷെ അതിനപ്പുറം 12 പോയിട്ട് 3 പോലും നമുക്ക് കിട്ടാറില്ല. പക്ഷെ ഡയമണ്ട് ക്വാളിഫൈ ചെയ്താൽ നമുക്ക് 12 തരം വരുമാനം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. താങ്ക് യു ലീഡേഴ്സ്, താങ്ക് യു സോ മച്ച്. ഡയമണ്ട്സിനെ ഒരുപാട് ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരുപാട് കറക്റ്റുകൾസിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ലീഡേഴ്സ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി കമ്പനിയുടെ അടുത്തൊരു സെക്ടറാണ്. അപ്പൊ കാറ് വാങ്ങിച്ച ആളുകളെ നമ്മൾ കണ്ടില്ലേ? ഇപ്പൊ നേരത്തെ ഷംല മാഡം ഇവിടെ പറഞ്ഞു വീടിന് ചാവി കൊടുക്കണം എന്നൊക്കെ. അപ്പൊ വീട് കിട്ടുമെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കാറ് മാത്രമല്ല കേട്ടോ, മോദി കെയറിൽ വീട് കിട്ടും. സോ മോദി കെയറിന്റെ ഫണ്ട് ഉപയോഗിച്ച് മോദി കെയറിൽ നിന്ന് വീട് പണിയാനുള്ള ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമുക്ക് കാണണ്ടേ?
Okay, so I invite all House Fund achievers. Please welcome all House Fund achievers onto the stage. Babraj sir, Shimon sir, Bakar sir, Bindu ma'am, Shahanaz sir, Rafiq sir, Santosh Desmangala, Santosh sir, Jilson sir, Jofi Nisha, Bindu ma'am. ഞങ്ങളുണ്ട് ഈ കളിയിൽ കേട്ടോ. ഞങ്ങൾ ഹൗസ് ഫണ്ട് അച്ചീവേഴ്സ് ആണ്. മാസം ഹൗസ് ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സിനെയാണ് നിങ്ങൾ കണ്ടത്. സന്തോഷ് ദേശമംഗലം സർ, സന്തോഷ് സർ, സർ മോദിക്കേറിന്റെ ഡയമണ്ട് ഡയറക്ടേഴ്സിന് മോദിക്കേർ കമ്പനി നൽകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ബോണസാണ് ഹൗസ് ബോണസ്. ഹൗസ് ബോണസ് നേടിക്കൊണ്ടിരിക്കുന്ന ഇതിനെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോഫിമാരുടെ നെൽസൺ സാറും മോദിക്കേറിന്റെ ഈ ഹൗസ് ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഫണ്ട് നമ്മളെല്ലാവരും കൊതിപ്പിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് പണിത വ്യക്തികളാണ്. അൺഫോർച്ചുനേറ്റ്ലി കൊറോണ സമയത്തായിരുന്നു നമ്മുടെ ജിൽസൺ സാറിന്റെ ജോഫി മാഡത്തിന്റെ ഹൗസ് വാമിംഗ് നടന്നത്. അതുകൊണ്ട് സദ്യ പോയിന്റ്. അപ്പോൾ സദ്യ ഒന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പൊ നമ്മുടെ സ്വന്തമായിട്ട് മോദിക്കേറിന്റെ ഹൗസ് ഫണ്ട് ഉപയോഗിച്ച് ഹൗസ് സ്വന്തമാക്കിയ ജിൽസൺ സാർ, പ്ലീസ് വെൽക്കം ജോഫി മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജിൽസൺ, വൈഫ് ജോഫി നിഷ. ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആള് പാരാമെഡിക്കൽ ടീച്ചറായിരുന്നു. ഏകദേശം 5 വർഷം മുന്നെയാണ് മോദിക്കേറിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, ഇന്നൊരു ജോലി കൊണ്ടൊന്നും ജീവിച്ചു പോകാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. ഒരു അഡീഷണൽ ഇൻകം ആഗ്രഹിക്കാതെ ആരും തന്നെ ഇല്ല. നമുക്കറിയാം, ജീവിത ചെലവ് കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു അഡീഷണൽ ഇൻകം നമുക്ക് എങ്ങനെ നേടാം? ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ 0 ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി ഇന്ന് കമ്പനിയുടെ ഒരു 1 lakh ഇൻകത്തിലേക്ക് മില്യണർ ക്ലബ് മെമ്പർ ആവാനും കമ്പനിയുടെ കാർ ഫണ്ട് അച്ചീവറായിട്ട് ഫോർഡ് എക്കോസ്പോർട്ട് കമ്പനി നിങ്ങൾ വാങ്ങിക്കും. കമ്പനിയുടെ ടൂറുകൾ അച്ചീവ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇന്ന് അതിലുപരി ഇന്ന് കേരളം മുഴുവൻ ഒരുപാട് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിച്ചു. ഇതിലൂടെ വൈഫ് ഒരു ട്രെയിനറായിട്ട് മാറാനും സാധിച്ചു. അങ്ങനെ ഒരുപാട് വിജയങ്ങൾ ഈ ഒരു മേഖലയിലൂടെ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവസരം നമുക്കറിയാം, വരാൻ പോകുന്ന കാലഘട്ടം ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ബുദ്ധിമുട്ട്. അപ്പോൾ അടുത്തൊരു 2030 എത്തുമ്പോഴേക്കും നമ്മൾ എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു നല്ലൊരു അച്ചീവ്മെന്റ് നേടിയെടുക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങൾ ആരാണോ ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ച് അവരുമായി ചർച്ച ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ട് നല്ലൊരു വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിഷു ദിവസ് ജയ് മോദിക്ക്. മാഡം പറഞ്ഞു ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ മുന്നിട്ട് വരാനിത്. അതായത് മോദിക്കെയർ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പോൾ ഇവിടെ ഇന്ദു മാഡം സംസാരിച്ചു, ഷംല മാഡം സംസാരിച്ചു, ജമീല മാഡം സംസാരിച്ചു. എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഒരു തീം അല്ലേ, ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടായിരുന്നു. ഞാൻ ചെന്നൈയിലാണ് വളർന്നത്. എനിക്ക് അവിടെ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ നാട്ടിൽ എൻ്റെ പപ്പയും അമ്മയും നാട്ടിൽ കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് പണിതതൊക്കെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പപ്പയുടെ മരണത്തോടു കൂടിയിട്ട് ആ വീട് വിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴും സ്വന്തമായിട്ടുള്ളൊരു വീടില്ലാത്തൊരവസ്ഥയിൽ വളരെയധികം വേദനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഏറ്റവും വലിയ സ്വപ്നം വീടായിരുന്നു. അപ്പോൾ റോട്ടിലൂടെ പോകുമ്പോൾ ഓരോ വീടും ഇങ്ങനെ നോക്കി അഡ്മയർ ചെയ്ത് പോകും. മോദിക്കെയർ ബിസിനസ് വന്ന സമയത്ത് ഞാൻ ബാബ്ര സാറിനെ ചോദിച്ചു, സാറെ ഒരു 10,000 രൂപ വരുമാനം കിട്ടുമോ ഫസ്റ്റ് വന്ന സമയത്ത്? അതൊക്കെ ഭയങ്കര നെഗറ്റീവായിരുന്നു. പിന്നെ ഇത് സത്യമാണ്, നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ ഒരു 10,000 ഇൻകം കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാവരും എങ്ങനെ വിചാരിക്കുക, ഒരു വീട് പണിയണം. കുറി ചെയ്തു അല്ലേ? കുറിയൊക്കെ ചേർന്ന് അതൊക്കെ വിളിച്ച് പതുക്കെ തറപണി, പതുക്കെ ചുമര് പണി, അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ബാബ്ര സാർ പറഞ്ഞു 10,000 അല്ല നിഷ, ഇതിൽ അൺലിമിറ്റഡ് ആണ് ഇൻകം എന്ന് അന്ന് നമുക്ക് പറഞ്ഞു തന്നെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ജോയിൻ ചെയ്ത് 2 മാസം കൊണ്ട് 10,000 ഇൻകത്തിലെത്തി. ഒരു 4-5 മാസം കഴിയുമ്പോഴേക്കും 50,000 വരുമാനത്തിലെത്തി. കട്ട കൊറോണ സമയമായിരുന്നു. കൊറോണയിലാണ് ഞങ്ങൾ വീട് പണിതത്. 10,000 വരുമാനം തുടങ്ങി ഒരു 20,000 എത്തിയപ്പോൾ ബാബുരാജ് സാർ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തോളൂ, തറപണി സ്റ്റാർട്ട് ചെയ്തോളൂ. ഞങ്ങളുടെ ഗോഡ് ഫാദറാണ് ബാബുരാജ് സാർ. ബാബുരാജ് സാർ പറയുന്ന പോലെയാണ് ഞങ്ങളുടെ വീട് പ്ലോട്ട് കാലിയായിട്ട് എടുക്കുന്ന സമയത്താണ് രാജശിവാൻ സാർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ആ രാജു സാറിനെ ഞാൻ ഭീകരമായ നോട്ടൊക്കെ നോക്കി ഓടിച്ചിട്ടുണ്ട്. ബാബുരാജ് സാർ കുറേ വന്ന് പ്ലോട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കൊരു അച്ഛനെ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നൊരു വ്യക്തിയാണ് ബാബുരാജ് സാർ. ഞങ്ങൾ പതുക്കെ വീട് പണി ആരംഭിച്ചു. സത്യം പറയാലോ, ഡയമണ്ട് എന്ന് പറഞ്ഞ പൊസിഷനൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ മോദിക്കെയറിന്റെ ഫണ്ട് ഉപയോഗിച്ച് വീട് പണിത വ്യക്തികളാണ് ഞങ്ങൾ. ഇതുവരെയും മോദിക്കെയറിന്റെ ഫണ്ട്
വീടിൻ്റെ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു പൈസ പോലും അതിൽ വന്നിട്ടില്ല. അത് അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ചെറിയൊരു വീട് ആഗ്രഹിച്ച് എനിക്ക് ഇന്ന് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വലുപ്പമുള്ള വീടാണ് ദൈവാനുഗ്രഹം കൊണ്ട് മോദി കെയർ ബിസിനസ്സിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. പല കാരണങ്ങളാൽ നമ്മളത് കുഴിച്ചു മൂടാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ജീവിതം കുഴിച്ചു മൂടാനുള്ളതല്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അങ്ങനത്തേതല്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങളെ കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല, പുറത്ത് കൊണ്ടുവരും. നമ്മളുടെ എന്ത് ലക്ഷ്യം നേടിയെടുക്കാൻ മോദി കെയറിലൂടെ മാത്രം സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മളൊക്കെ കൊതിക്കുന്നതാണ് ഗുരുവായൂരപ്പന്റെ മണ്ണിൽ അല്ലെ സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ഗുരുവായൂരപ്പന്റെ മണ്ണില് ഗുരുവായൂരിൽ തന്നെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് വീട് വാങ്ങിച്ച് നമ്മൾ കണ്ടു ഗംഭീരമായിട്ടുള്ള ഹൗസ് വാമിംഗ് നടത്തി ജിഷ സാറ് വീടിന്റെ ചാവി കൊടുത്ത നമ്മുടെ സ്വന്തം ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ സന്തോഷ് സാർ, പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്ക് ലീഡേഴ്സിന് സ്പീച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ സ്പീച്ച് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലല്ല വന്നത്. സാധാരണ സ്പീച്ച് വരുമ്പോൾ വലിയ തയ്യാറെടുപ്പൊന്നുമില്ല. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ സംസാരിക്കാനുള്ള മൂഡ് പോയി. ഇന്ദു വന്നിട്ട് ആകെ തകർത്തു. അപ്പൊ കണ്ടതിങ്ങനെ വെള്ളം വരെ പോലെ പിടിച്ചു നിന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്കാണ് ശരിക്കും മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് അറിയില്ല. അല്ലാത്തവർക്ക് എപ്പോഴും കുറച്ച് ആൾക്കാർ പിന്നെ അഭിനയന്മാർ വന്ന് നല്ല തള്ള ഒക്കെ കണ്ടു കഴിഞ്ഞ് വീട് കുറ്റി പോലെ ഉള്ളൂ. പക്ഷെ തള്ളിന് ഒരു കുറവുമില്ല. അത് അനുഭവിക്കുന്നവരുടെ വിഷമം എന്താണെന്നുള്ളത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. കണ്ണ് നനഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, മോദി കെയറിനെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ വാരിക്കോരി തരാൻ സമീർ മോദി നമ്മുടെ കൂടെ ഉണ്ടെന്ന കാര്യം നടക്കില്ല. നമ്മൾ പറയുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ സ്വപ്നം കാണുന്നതും എല്ലാം നമുക്ക് തരാൻ വേണ്ടി തയ്യാറായിട്ട് ദൈവത്തെ പോലെ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ ഇപ്പോഴും അത് ചോദിച്ചു നോക്കുക. അത് തരുമോ, കിട്ടുമോ, പോവോ? 10 വയസ്സല്ലേ ഒരു പഞ്ചായത്തിൽ 4 ആൾ അറിയില്ല കേട്ടോ. വയല് സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച സമീർ മോദി സാറിന് മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങളുമായിട്ട് വീട് വിടാന്തരം കയറി ഇറങ്ങാൻ ഒരു ചമ്മലും ഒരു മടിയും ഒരു നാണക്കേടും ഇല്ലാതിരിക്കുമ്പോ പഞ്ചായത്തിൽ 4 ആളറിയാത്ത സന്തോഷം കൊണ്ടുവരുന്ന വലിയ മടിയാണ്. ആ മടി മാറ്റിക്കഴിഞ്ഞാൽ മോദി കെയറിലൂടെ നിങ്ങൾ സ്വപ്നം കാണുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഒരു തർക്കമില്ല. പക്ഷെ അതിനെ നമ്മൾ നെഞ്ചോട് കൂടി ചേർത്ത് വെക്കണം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ സമൂഹത്തിന്റെ ഒരു സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും മറ്റുള്ളവനെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ സ്ഥിരമായിട്ട് പറയാനുള്ള ഒരു കഥ ഉണ്ട്. ആ കഥ എനിക്ക് ഇപ്പൊ ഇന്ന് ഓർമ്മ വരും. കാരണം എന്താ വെച്ചാൽ കാലഘട്ടം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും കൂടി ഓർമ്മപ്പെടുത്താനും കേൾക്കാത്ത ആളുകൾക്ക് കേൾക്കാനും വേണ്ടി ചെറിയ കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു മനുഷ്യൻ ഒരു വീട്ടില് ഒരു പട്ടിക്കുട്ടീനെ വളർത്തിയിരുന്നു. ആ പട്ടി കുറച്ച് വലുതായ ഒരു ദിവസം ഈ ഇദ്ദേഹത്തിന്റെ പട്ടി കടിക്കുക. അപ്പൊ വീട്ടിൽ വളർത്തുന്ന പട്ടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന് വലിയ പേടിയൊന്നും തോന്നിയില്ല. കാരണം വളർത്തു പട്ടിയാണ്, പ്രശ്നമൊന്നും ഇല്ലാതെ വിചാരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നി. അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ദയനീയമായിട്ട് നോക്കി. കാരണം അദ്ദേഹത്തിന്റെ പേ വിഷബാധ ഏറ്റിട്ടുണ്ടായിരുന്നു. പേ ഇളകുന്ന ഒരു സ്റ്റേജിലാണ്. പക്ഷെ അത് കാണിക്കാതെ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ഞാനൊരു മരുന്ന് തരാം, ചെറിയ പേവിഷബാധ ഏറ്റ പോലെയുണ്ട്, പേടിക്കാനില്ല, അപ്പൊ അതിനുള്ള മരുന്നുകളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു മരുന്ന് കുടിക്കാമെന്ന് പറഞ്ഞു. മരുന്ന് കുടിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടറെ ഫേസ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി സംഗതി അപകടമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വൈറ്റ് പേപ്പർ തരൂ സാർ. അപ്പൊ അദ്ദേഹം വൈറ്റ് പേപ്പറിൽ എന്തോ എഴുതുന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, വിൽപത്രം ഒന്നും ഇപ്പൊ തന്നെ തയ്യാറാക്കേണ്ട ആവശ്യമില്ല, നിനക്കിപ്പോ മരുന്ന് വന്നിട്ട്. അല്ല സാറേ, വിൽപത്രം തയ്യാറാക്കല്ല, ഞാൻ കടിക്കേണ്ട ആൾക്കാരെ ലിസ്റ്റ് ഒന്ന് എഴുതുക. അപ്പൊ മരിക്കാൻ തയ്യാറാവുമ്പോൾ എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുമ്പോ ഇതേപോലെ ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഇതേപോലെ ലീഡേഴ്സ് നിങ്ങൾക്ക് കയ്യൊന്ന് തരുമ്പോ ആ കൈ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അതുകൊണ്ട് രാജകുമാരൻ സന്തോഷ് സാർ ഇങ്ങനെ കൈയടിച്ചാൽ മതിയോ? ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ സന്തോഷ് സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്കൊരു വെട്ടിക്കെട്ട്. അപ്പൊ റെഡി അല്ലേ? മ്യൂസിക് അടിപൊളി ഒരു മ്യൂസിക് കിട്ടും. നമുക്ക് തകർത്ത് ആടാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു സോങ്.
ഞാൻ മോഡി കെയറിൽ വന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഡയറക്ടറായിട്ടാണ് നിൽക്കുന്നതില്ലേ. എൻ്റെ ഇതിൽ ജോയിൻ ചെയ്തത് എൻ്റെ അപ്ലൈൻ ലീഡറായ സുരേഷ് സാറാണ്. ഇവിടെ നേരത്തെ മേഡം പറഞ്ഞ പോലെ ഒരു മീൻകാരൻ വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രോഡക്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഒരുവിധം എല്ലാവരുടെയും ഒരു ലൈഫിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അത് മീൻകാരൻ എന്നുള്ളത് എനിക്ക് എൻ്റെ വണ്ടി ഓടിക്കുന്ന ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പം എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുമ്പോൾ ആ വർക്ക്ഷോപ്പുകാരൻ, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ കയറുന്ന ഒരു പാസഞ്ചർ, അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്ത് തരുന്നത്. ഞാൻ തസ്നി എറണാകുളത്ത് വരുന്നു. ഞാൻ ലാബ് ടെക്നീഷ്യനാണ്. 2 മണിക്കൂർ മാത്രമേ ഞാൻ മോഡിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ അപ്ലൈ ലീഡേഴ്സ് നാസിർ സാറ്, അതുപോലെ ഷാന മാഡം, ഫിനി മാഡം, ഇവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ വേദിയിൽ ഈ അംഗീകാരം വഹിക്കാനായിട്ട് സാധിച്ചത്. എന്താ പറയുക, ഷാന മാഡം നിരന്തരം വിളിച്ച്, അതുപോലെ തന്നെ എല്ലാ ബുധനാഴ്ചയും കൊച്ചി എംബസിയിൽ വന്ന് തരുന്ന ഒരു എനർജി നിറഞ്ഞ ആ വാക്കുകൾ, അത് മാത്രമാണ്, അത് കേട്ടിട്ട് മാത്രമാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റും എടുത്ത് ആ ഒരു വാക്ക് കേട്ടിട്ട് ആ ഒരു ധൈര്യത്തിൽ ഞാൻ പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാനും, വെറും 2 മണിക്കൂർ മാത്രമേ ഞാൻ പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നാസിർ സാറാണെങ്കിലും ഫിനിമേഡാണെങ്കിലും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് പോയോ എന്ന് വെച്ച് നിരന്തരം ഷൈനമേഡ്, അതുപോലെ തന്നെ നാസിർ സാറ് എന്നോട് പരിചയപ്പെടുത്തി. എൻ്റെ ഡൗൺലൈനാണ് പ്രബീഷ് സാറ്. സാറും ഇതുവരെ തന്നെ അത്യാവശ്യം പ്രൊഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ട് ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മോഡി കെയർ. അപ്പോൾ ഇതിൽ വേണ്ടത് വെച്ചാൽ നമ്മൾ വരുമാനം മാത്രമല്ല പ്രതീക്ഷിക്കേണ്ടത്, നമ്മൾ ഹെൽത്തും കൂടിയാണ്. ഏറ്റവും കൂടുതൽ വെൽനെസ് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്റ്റേജിലെത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്നുവെച്ചാൽ എൻ്റെ ഫീൽഡ് തന്നെ അതാണ്. എന്നുവെച്ചാൽ ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ. ഇപ്പോഴും അതെ. ഇപ്പം എൻ്റെ ഒരു ഫീൽഡ് ഞാൻ മാറ്റി വെച്ചുകൊണ്ട് ആ സമയം കൂടി ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമുക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അത് നമ്മളുടെ തീരാ നഷ്ടം തന്നെയാണ്. അത് ഓരോരുത്തരും വിചാരിക്കേണ്ടത് അത് തന്നെയാണ്. നമുക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ ഇത്രയും ഒരു അവസരം കിട്ടി തന്നെ നമ്മൾ ഇതിൽ വന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും നമുക്ക് ഇവിടെ പറഞ്ഞു, നമ്മൾ 100 PV എടുക്കുന്നത് തന്നെ എന്തിനാണ്? നമ്മൾ ഉപയോഗിക്കുക, നമ്മളത് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് വരുമാനം കയറുന്നു. അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളുടെ ഹെൽത്തും, അതുപോലെ തന്നെ നമ്മുടെ ഓരോ വീട്ടിലും ഇത്രയും ആളുകളാണ് ക്രൂയിസ് ട്രിപ്പ് വിന്നേഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കി, സ്റ്റേജിലെ മുഴുവൻ കാണാൻ പോകുന്നത് കൊടൈക്കനാലിൽ പോകുന്നവരല്ല, ഊട്ടിക്ക് പോകുന്നവരല്ല, മൈസൂർ പോകുന്നവരല്ല, ഇന്ത്യയിലെ അത്യാഡംബര കപ്പലായിട്ടുള്ള കൊടീലിയ ക്രൂസ് ഷിപ്പിന്റെ 23-ാം തീയതി കേരളത്തിൽ നിന്ന് യാത്ര തിരിക്കുന്ന നമ്മുടെ ട്രിപ്പ് വിന്നേഴ്സിനെയാണ് നിങ്ങൾ സ്റ്റേജിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. A big round of applause to all our trip winners, super leaders. Big congratulations. ഞാൻ പോകുന്നുണ്ട്, ഇതിലൂടെ ഞാനുണ്ട്. ഈ കളിയിൽ ഞാനുണ്ട്, അസീമൻ സാറുണ്ട്, ബക്കർ സാറുണ്ട്, ഷഹാന മാഡം ഉണ്ട്, ഒരു കാണുന്നുണ്ട്, പിന്നെ ബാബുരാജ് സാറുണ്ട്, പിന്നെ ആരുള്ളത്? ഇവിടെ പലരും ഫാമിലി ആയിട്ടാണ് പോണത്. പലരും കുട്ടികളെ. ഞങ്ങളുടെ വീട്ടിൽ തന്നെ എത്ര പേരുണ്ട്? ബാബുരാജ് സാറുണ്ട്, ബാബുരാജിന്റെ വൈഫുണ്ട്, ഞാനുണ്ട്, ആര്യ പോകുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 4 പേര് പോകുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഡാൻസ് ഒക്കെ പഠിച്ചില്ലേ? ഡാൻസ് ഒക്കെ പഠിച്ചില്ലേ? ഫുള്ള് സെറ്റാണ്. അല്ല, പൊളിക്കിരുന്നിട്ടാ കപ്പല് ഞങ്ങൾ പൊളിക്കോ. സീമോച്ചാറിന്റെ ടീമാ പോണത്. ശരിക്കും ദുബായിലോട്ട് പോണ ആൾക്കാരെ കാണണോ? യെസ്. എങ്ങനെയാണെങ്കിൽ നമ്മുടെ സുനീഷ് ഒറ്റപ്പാലം, സൈനശ്രീ, 2 പേരാണ് നമ്മുടെ ടീമിലെ ദുബായ് ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ട്. പ്ലീസ് വെൽക്കം സൈനശ്രീ മാഡം ആൻഡ് സുനീഷ് ഒറ്റപ്പാലം. ഇവർക്ക് നല്ലൊരു ചാറ്റ് കൊടുത്ത് നമുക്ക് പറഞ്ഞേക്കില്ലേ. അപ്പൊ ദുബായ് ട്രിപ്പ് വിന്നറാണ്. ഇത്ര നേരം നമ്മൾ കണ്ടത് ക്രൂയിസ് ആണെങ്കിൽ ദുബായിലേക്ക് പോകുന്ന സുനീഷ് സാറിനും സൈനശ്രീ മാഡത്തിനും എല്ലാവിധ യാത്ര ആശംസകൾ നേരാണ് ഈ അവസരത്തില്. താങ്ക് യു. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്, ബിഗ് കൺഗ്രാജുലേഷൻ. നല്ലൊരു ചാറ്റ് കൊടുക്കാല്ലേ. അപ്പൊ എന്തായാലും ഹാപ്പി ജേർണി ടു ബോത്ത് ഓഫ് യു. താങ്ക് യു സോ മച്ച്. മാഡം ഫ്ലൈറ്റിൽ ഇതുവരെ കയറിയിട്ടില്ല. ആദ്യമായിട്ട് മോദിക്കാരുടെ ഫ്ലൈറ്റിൽ ഒരു യാത്ര എക്സ്പീരിയൻസ് എന്തായാലും സമയത്ത് പറയാം. ഫ്ലൈറ്റിൽ കയറുന്ന ഒരു ത്രില്ല് എങ്ങനെ?
പഠിക്കട്ടെ. എൻ്റെ ഹസ്ബൻഡ് 10-11 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ ഒരു ആഗ്രഹം കൂടിയാണ്. ഇത് മോദി കെയറിൽ കൂടി സാധിച്ചു എന്നതാണ് അഭിമാനത്തോടുകൂടി. താങ്ക് യു സോ മച്ച്. ഹസ്ബൻഡ് 10-12 വർഷം ഗൾഫിലായിട്ട് അദ്ദേഹം കൊണ്ടുപോയി. പക്ഷെ ആര് കൊണ്ടുപോയി? അവരില്ലെങ്കിലോ മോദിക്കരുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്, താങ്ക് യു സോ മച്ച്. ഇപ്പൊ സീമോൻ സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. നമ്മുടെ കുന്നംകുളം ടീമിന്റെ അമരക്കാരനായിട്ടുള്ള സീമോൻ സാർ ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമാക്കാനായിട്ട് നമ്മുടെ കൂടെ ഒരുപാട് എഫേർട്ട് ഇട്ട് നമ്മുടെ സീമോൻ സാറിനെ ഞാൻ വെൽക്കം ചെയ്തു. പ്ലീസ് വെൽക്കം സീമോൻ സാർ. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോദിക്കർ മോർണിംഗ്. ഹലോ, ഗുഡ് മോദിക്കർ മോർണിംഗ്. നമ്മുടെ ഫസ്റ്റ് സെഷൻ അവസാനിക്കുകയാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രോഗ്രാം ഇങ്ങനെ മനോഹരമാക്കി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി സഹായിച്ച ഏതാണ്ട് 50 പേര് ഈ ഹാളിനകത്തിരിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ പ്രോഗ്രാം ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഈ ടാഗ് ഇട്ട 50 പേരെയും ഈ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. പ്ലീസ് വെൽക്കം. 3 മാസം കണ്ടിന്യൂസ്ലി സീനിയർ ഡയറക്ടർ എബോവ് ക്വാളിഫൈ ചെയ്ത ആളുകളാണ് നമ്മുടെ പ്രോഗ്രാം ഓർഗനൈസേഴ്സ്, സീനിയർ ലീഡേഴ്സ്. അപ്പോൾ അവർക്കൊരു നല്ല കയ്യടി കൊടുക്കാം. നമ്മുടെ ടീം വളരുന്ന മുറയ്ക്ക് ഇതുപോലെ ഈ ഇരിക്കുന്ന പല ആളുകളും നമ്മുടെ ടീമിലേക്ക് വരും. അവർ വരുമാനം കൂടും, മില്യനേഴ്സ് ആകും, ടൂർ പോവും, കാർ വാങ്ങും. ഇറ്റ്സ് ഓൾ ഹാപ്പനിങ് നാച്ചുറലി. അതാണ് മോദി കെയറിന്റെ പ്ലാന്റെ ഒരു സവിശേഷത. അപ്പൊ എല്ലാവർക്കും അടുത്ത പ്രോഗ്രാമിൽ ഇതുപോലെ ഒരു നല്ല അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. എല്ലാവരും സീനിയർ ഡയറക്ടേഴ്സ് ടൈറ്റിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാം. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് ഇവരെ നമുക്ക് പറഞ്ഞയക്കാം. താങ്ക് യു സാർ.